പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ശരീരം ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ പ്രമേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. പ്രമേഹം പലപ്പോഴും നമ്മൾ ഒരുപാട് സിംറ്റംസ്, ലക്ഷണങ്ങൾ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലറാണ്. അത് ശരീരത്തെ ഓരോ സിസ്റ്റത്തെ ബാധിച്ചതിന് ശേഷം കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ നമുക്കിങ്ങനെ കണ്ടു തുടങ്ങുക. അപ്പോഴേക്കും അതൊരു തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് അത് എഫക്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ചില ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പ്രമേഹത്തെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചും മറ്റും മരുന്ന് കഴിച്ചൊക്കെ നമുക്കത് ഒരു പരിധി വരെ വലിയ പ്രശ്നമില്ലാതെ വലിയൊരു കോംപ്ലിക്കേഷനിലേക്കൊന്നും പോവാത്ത രീതിയിൽ നമുക്കിതിന് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രക്തത്തിൽ അധികം ഗ്ലൂക്കോസ് ഉള്ളത് കാരണം കിഡ്നിക്ക് ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതുമൂലം ഓവറായിട്ട് അമിതമായി ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് ഇതിന് കാണപ്പെടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദാഹം കൂടുതലായിട്ട് ഈ പ്രമേഹം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, പ്രത്യേകിച്ച് ഡയറ്റൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് പെട്ടെന്ന് കുറയുക, ഒരു മാസത്തിന് ഒരു 5 to 10 kg ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പ്രമേഹമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ക്ഷീണവും അതുപോലെ തന്നെ നമുക്ക് ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ, ഒരു എനർജി ഇല്ലായ്മ. നമ്മുടെ മെറ്റബോളിസം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമ്മുടെ പ്രമേഹം നമ്മുടെ കണ്ണുകളുടെയൊക്കെ ചെറിയ ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് ചെയ്യും. അതുപോലെ തന്നെ നാഡികളെയൊക്കെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം നമ്മുടെ വിഷൻസ്, കാഴ്ച മങ്ങുന്ന ഒരു പ്രവണത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീലിംഗ്, എന്തെങ്കിലും മുറിവോ മറ്റോ നമ്മുടെ കയ്യിലോ കാലിലോ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹീലിംഗ് വളരെ ഡിലേ ആകുന്ന, അത് മുറിവ് ഉണങ്ങാത്ത ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ മുറിവ് കൂടുതൽ വലുതായി കൂടുതൽ വഷളാവുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവുള്ളത് കാരണം നമ്മുടെ ഹീലിംഗ് വളരെ ശരിയായ രീതിയിൽ നടക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നാഡികളെയൊക്കെ ചെറിയ തോതിൽ ഇത് ഡാമേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുമൂലം തന്നെ നമ്മുടെ കൈക്കാലുകളിൽ തരിപ്പ്, മരവിപ്പ് തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമ്മൾ ദാഹത്തെ പറഞ്ഞതുപോലെ തന്നെ വിശപ്പ് കൂടുക എന്നുള്ളതും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് യൂറിനറി ട്രാക്റ്റിനുള്ള ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ഈ പ്രമേഹ രോഗികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമേഹം ഉണ്ടായി കഴിഞ്ഞാൽ തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഒരുപക്ഷെ പ്രമേഹമല്ലായിരിക്കാം, പക്ഷേ അത് പ്രമേഹമാണെങ്കിൽ നമുക്കത് മുൻകൂട്ടി അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണ രീതി ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, നമുക്ക് അതിനനുസരിച്ച് എടുക്കാൻ സാധിക്കും. അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.